واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الحمد لله على كل حال ونعوذ بالله من حال أهل النار. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതമെന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വേവലാതികളും കടബാധ്യതകളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് ഒരു മനുഷ്യന്. എന്നാൽ അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പ്രയാസം ആർക്ക് നൽകിയോ അതിനുള്ള ഒരു വഴി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു സന്ദർഭത്തിലും അതിനുള്ള ഒരു മഖ്റജ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു പ്രതിസന്ധിയിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മഫാത്തിഹുൽ ഫർജ്, പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കുന്ന താക്കോലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു. അതിൽ ചില താക്കോലുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് സങ്കടങ്ങളുണ്ടാവും, അതേപോലെ വേദനകളൊക്കെ ഉണ്ടാവും. ആ സങ്കടങ്ങൾ വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സമാധാനം കിട്ടുന്നത് നമസ്കാരത്തിലൂടെയാണ്. എത്ര വലിയ സങ്കടമാണെങ്കിലും ഒരു 2 റക്അത്ത് നമസ്കരിക്കുന്നതിലൂടെ അവന് കിട്ടുന്ന ഒരു മനസ്സിന് ശാന്തി കിട്ടുന്നത് അതിനോളം വലിയ മറ്റൊന്നും. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ക്ഷമിച്ചുകൊണ്ടും നമസ്കാരത്തിലൂടെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുകയാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭയഭക്തിയോട് കൂടി ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾക്ക് അതൊക്കെ പ്രയാസമായിരിക്കും. നമസ്കാരം ഒരു പ്രയാസമായിരിക്കും. എന്തുകൊണ്ട്? അവർക്ക് ഖുശൂഇല്ല. അതേപോലെ ചില സമയങ്ങളിൽ ക്ഷമിക്കാൻ അവർക്ക് പ്രയാസപ്പെടുന്നത് അതിന്റെ മഹത്വം എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ല. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുന്നത് യാ ബിലാൽ അഖിമിസ് സ്വലാ അലൈനാ ബിഹാ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇഖാമത്ത് വിളിക്കും, അതുവഴി നമുക്ക് ആശ്വാസം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം അത് മറ്റൊന്നിനും കൂടെ നമുക്ക് ലഭിക്കുകയില്ല. സങ്കടങ്ങളുണ്ടോ അവിടെ 2 റക്അത്ത് മാറി ഖുശൂഅോടുകൂടി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യണം. യാത്രയിലാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സഹോദരൻ മരണപ്പെട്ട വിവരം അറിയുന്നത്. അദ്ദേഹം ഉടനെ വാഹനം സൈഡിൽ നിർത്തി ഒട്ടകത്ത് അവിടെ ഇരിച്ചുകൊണ്ട് അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കുന്നു. ചരിത്രത്തിൽ കാണാം ഒരല്പം നേരം ദീർഘം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം നിസ്കരിച്ചത്. നമസ്കരിച്ച് അദ്ദേഹം വാഹനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഓതിയായിട്ട് നമസ്കാരത്തിലൂടെ കിട്ടുന്ന ഒരു മനസ്സമാധാനം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിഷമഘട്ടങ്ങളിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സമാധാനത്തെ കുറിച്ച് സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഫസ്സലാത്തു മജ്ലബത്തുൽ ലിജിസ്ം. നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവനത്തെ കൊണ്ടുവരുന്ന കാര്യമാണ്. ഹാഫിളത്തുൽ ലിസ്ഹ, ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് നമസ്കാരം. ദാഫിഅത്തുൽ ലിൽഅദ, ബുദ്ധിമുട്ടുകളെ തടുക്കുന്ന ഒന്നാണ് നമസ്കാരം. മഖറജത്തുൽ ലിദ്ദാഇ, രോഗങ്ങളെ അകറ്റുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറയും. മുഖൗവിയത്തുൽ ഖൽബ്, ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നമസ്കാരം. മുബയ്യിദത്തുൽ ലിൽവജ്ഹി, മുഖത്തെ പ്രകാശിപ്പിക്കുന്നതാണ് നമസ്കാരം എന്ന് പറയും. മുഫ്ലിഹത്തുൽ ലിന്നഫ്സ്, മനസ്സിന് സന്തോഷം നൽകുന്നതാണ് നമസ്കാരം. മുദ്ഹിബത്തുൽ ലിൽകസ്ലി, മടിയെ മാറ്റുന്നതാണ് നമസ്കാരം. നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ കുറേ നമസ്കരിക്കുന്നുണ്ട്, ഇതൊക്കെ കിട്ടുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ നമസ്കാരം
ഖുശൂവോട് കൂടിയാണോ ഞാൻ നമസ്കരിക്കുന്നത് എന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചു. മറ്റൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വേദനകൾക്ക് ശമനമാണ് ഖുർആൻ എന്നത്. വേദനകളുണ്ടോ ഖുർആനിലൂടെ നിങ്ങൾ ശിഫ തേടുക. മാനസികമായിക്കോട്ടെ ശാരീരികമായിട്ട് എന്ത് വേദനകൾക്ക് ഖുർആൻ ശിഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ 82-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. وَنُنَزِّلُ مِنَ الْقُرْآنِ ഖുർആനിലൂടെ നാം ഇറക്കിയിട്ടുണ്ട് ശിഫാഉൻ രോഗശമനം നാം ഇറക്കിയിട്ടുണ്ട്, വറഹ്മത്തുൻ കാരുണ്യം ഇറക്കിയിട്ടുണ്ട്, ലിൽ മുഅ്മിനീൻ ഒരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. വിശ്വാസിയാണോ നിങ്ങൾക്ക് ഖുർആനിലൂടെ ശമനം ലഭിക്കും, അതേപോലെ തന്നെ കാരുണ്യവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസം ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും വിശ്വാസം ശരിയായാൽ മാത്രമേ റബ്ബിന്റെ അടുക്കൽ അവിടെ കാര്യമുള്ളൂ. അതല്ലാതെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങുന്ന സമയത്ത് എങ്ങനെ റബ്ബ് സ്വീകരിക്കും? തൗബ ചെയ്ത് മടങ്ങിയാൽ റബ്ബ് പുറത്തു കൊടുത്താൽ അവന്റെ പാപം പിന്നെയുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസിയായിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു സൽക്കർമ്മം ചെയ്താൽ അവന് പ്രതിഫലം ലഭിക്കുന്നു. അവിടെയും പറഞ്ഞു വിശ്വാസിയായിക്കൊണ്ട് ചെയ്താൽ മാത്രമേ അവർക്ക് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മം ചെയ്യുന്ന സമയത്തും ഇഖ്ലാസോടുകൂടി റബ്ബിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള നിയ്യത്തോടുകൂടി ചെയ്താൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥതകൾക്കുള്ള മരുന്നാണ് ഖുർആൻ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു സൂറത്ത് യൂനുസ് 57-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ജനങ്ങൾ വിളിച്ചുകൊണ്ട് പറയാൻ ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു മൗഇദത്ത് സദുപദേശം അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഖുർആനെ കുറിച്ചാണ് വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിന് ശമനമാണ്, ശിഫ ആണ് ഖുർആൻ എന്ന്. വഹുദൻ അത് സന്മാർഗമാണ്, വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് അത് കാരുണ്യവുമാണ്. ഇതൊക്കെ ആയിരിക്കേണ്ടത് വിശ്വാസിയാണോ ഖുർആൻ നിങ്ങൾക്ക് ശമനമാണ്, സന്മാർഗമാണ്, കാരുണ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതുന്നുണ്ട്, നമ്മുടെ സങ്കടത്തിൽ മാറുന്നില്ല. നമ്മളൊന്ന് സ്വയം പരിശോധിച്ചു നോക്കാം, എന്റെ വിശ്വാസം ശരിയാണോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കാം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിൽ തന്നെ പറയുന്നത് അതിമനോഹരമായ അദ്ദേഹത്തിന്റെ വാചകമുണ്ട്. فالقرآن هو الشفاء التام من جميع الأدوية القلبية والبدنية. ഹൃദയത്തിന്റെ രോഗങ്ങളും ശരീരത്തിന്റെ രോഗങ്ങൾക്കുള്ള പൂർണ്ണമായ ശിഫ ആണ് ഖുർആൻ എന്നത്. ദുനിയാവിന്റെയും ആഖിറത്തിലും രോഗങ്ങൾ അതിനൊക്കെ ഉള്ള മരുന്നാണ് ഖുർആൻ എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. എല്ലാത്തിനുമുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ. പക്ഷെ നമ്മൾ പരിശോധിക്കുന്ന ആ ഖുർആനുമായി നമ്മുടെ ബന്ധം എത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ റബ്ബിന്റെ അടുക്കലെത്തി പറയുന്ന വാചകം വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ എന്റെ ഈ സമൂഹം ഈ ഖുർആനിനെ അവഗണിച്ചിട്ടുണ്ട് എന്ന്. ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടോ പരിശോധിച്ചു നോക്കുക. നമ്മുടെ ബന്ധം ഖുർആനുമായുള്ള ബന്ധം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഓതുന്നുണ്ട്, ധാരാളമായി നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഓതുന്നത്, നിസ്കാരത്തിൽ എന്താണ് ഓതുന്നത് എന്ന് അറിയില്ലായിരുന്നു. പിന്നെ എന്ത് ബന്ധമാണ് ഖുർആനായിട്ടുള്ളത്? ഖുർആനുമായി ബന്ധം ചേർക്കുക എന്ന് പറയും കേവലം പാരായണം മാത്രമല്ല, പാരായണത്തിൽ പോലും പ്രതിഫലമുണ്ട്. എങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എത്ര പ്രതിഫലമാണുള്ളത്? പഠിക്കാനുള്ള അവസരം നമുക്ക് ധാരാളമാണ്. ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും എത്രയോ അവസരങ്ങളുണ്ട്. ഈ പള്ളിയിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ എത്ര ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ആ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അതിന്റെ ഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റാത്ത ആളുകൾക്കോ ഇമാം ഓതുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഒരു യന്ത്രം പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശോധിക്കുക നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം എവിടെയാണ് നിൽക്കുന്നത്. മൂന്നാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പാപമോചനങ്ങൾക്കുള്ള
നമുക്കുള്ള മരുന്നാണ്, താക്കോലാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ വീഴ്ചകളും പാപങ്ങളുമാണ് പല നന്മകളും നമ്മെ തൊട്ട് തടയുന്നത്. അവിടെ നന്മകൾ ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാർ. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സൂറത്ത് നൂഹിലെ 10, 11, 12 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക, അല്ലാഹു പുറത്തു തരുന്നവനാണ്. നമ്മൾ ആലോചിച്ച് ഓരോ പ്രയാസങ്ങളും റബ്ബ് തരുന്നത്, പക്ഷെ അതിന്റെ കൂടെ അതിൽ നിന്നുള്ള ഒരു താക്കോൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നു. നമ്മളെ എത്രത്തോളം അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് എത്ര റബ്ബിനോട് നമുക്കുള്ള ഇഷ്ടം എത്രയാണ്, കാരുണ്യം എത്രയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഒരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, യുർസിലു സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും, സന്താനങ്ങളെ, സ്വത്ത് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല തോട്ടങ്ങളും അരുവികളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജ. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു തുറവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നതാണ്. അത്ര തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നത്. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ച് ഒരു ദിവസം എത്ര ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യണം. പലരെ കുറിച്ചും പലതും നമ്മൾ പറയുന്നു, പല കളവുകൾ നമ്മൾ പറയുന്നു. നമ്മൾ പരിശോധിച്ചു എത്ര ഇസ്തിഗ്ഫാർ നമ്മൾ ദിനേന ചെല്ലുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കാം. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരു സദസ്സിൽ 4 ആളുകൾ വന്ന് 4 പ്രയാസങ്ങൾ പറയുന്നു. ഒന്നാമത്തെ ആൾ വന്നിട്ട് പറയുന്നത് ദാരിദ്ര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ വ്യക്തി വന്നിട്ട് പറഞ്ഞു, കുട്ടികളില്ല, പ്രയാസമില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ ആൾ പറഞ്ഞു, കൃഷിയൊന്നും നടക്കുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നാലാമത്തെ ആൾ കടബാധ്യതയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തോടും പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അവിടെ ഇരുന്ന ആളുകൾ ചോദിച്ചു, അബൂ സഈദ്, 4 ആളുകൾ വന്ന് 4 പ്രയാസങ്ങളാണ് പറഞ്ഞത്, 4 ആളുകളോട് നിങ്ങൾ ഒരേ ഉത്തരമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം സൂറത്ത് നൂഹിനെ മേൽ പറഞ്ഞ ആയത്തുകൾ ഓതിക്കൊടുത്ത് അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ സ്വന്തമായി പറഞ്ഞ വാക്കുകളല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനങ്ങളാണ്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഈ ആയത്തുകൾ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. പാപങ്ങൾ പുറത്തു കിട്ടുമ്പോഴാണ് പിന്നെ റിസ്കുകൾ നമുക്ക് ധാരാളമായി ലഭിക്കുക. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മറ്റൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അൻഹുൽമിക ഹുനാക ദുആ. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പ്രാർത്ഥിക്കുക. അല്ലാഹുവോട് വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളുമുണ്ട്, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് പറയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. എത്ര അസാധ്യമായ കാര്യത്തെ നടത്തിത്തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്തജീബു ലഹു. രാത്രിയുടെ അവസാന സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വന്നിട്ട് പറയുന്നു, എന്നോട് പ്രാർത്ഥിക്കാൻ ആരാണുള്ളത്, അവന് ഞാൻ ഉത്തരം നൽകാമെന്ന് റബ്ബ് പറയുമ്പോൾ ആ സമയത്ത് എണീറ്റ് നിന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് നിന്ന് 2 റക്അത്ത് വിത്ർ നമസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് കൈകൾ നീട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ ചരിത്രം എടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാം ഭൗതികമായി നോക്കുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാനുള്ള
സാധ്യതയില്ല, വയസ്സായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മറിയം ബീവിയുടെ അടുത്ത് ഒരു അനുഗ്രഹം കണ്ട സമയത്ത് അവിടെ വെച്ച് സക്കറിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. എത്രയോ കാലം കുട്ടികളില്ല, പ്രതീക്ഷ വിട്ടിട്ടില്ല. അവിടെ വെച്ച് മറിയം ബീവിയോടെല്ലാം പ്രാർത്ഥിച്ചത്, മറിച്ച് മറിയം ബീവിക്ക് ആരാണോ അനുഗ്രഹം നൽകിയത് ആ റബ്ബിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നക സമീഉ ദുആ, റബ്ബേ നീ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയും മകനെയും ഒരു വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് പോകുന്നത്. പോകുന്ന സമയത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട്, ആ അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണ് നിങ്ങളോട് ഇതിനെക്കുറിച്ച് കൽപ്പിച്ചത്, അല്ലാഹു ആണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചതെന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ പറയുന്നുണ്ട്, എങ്കിൽ അള്ളാഹു നമ്മെ വിട്ടുകളയുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത് തവക്കുലിന്റെ ഒരു പാഠമുണ്ട്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പാഠമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബി ഇന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എത്രയോ വർഷം പ്രയാസങ്ങൾ അനുഭവിച്ച് മക്കളൊക്കെ പോയി, കുടുംബക്കാരൊക്കെ പോയി, സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ടും റബ്ബിനോട് പ്രാർത്ഥന റബ്ബി ഇന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നോട് പ്രാർത്ഥിക്കുന്നത് വദന്നൂനി ദഹബ മുവാദിബൻ فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഏതൊരു സന്ദർഭങ്ങളിലും നമുക്ക് പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ, വിധിയെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കുന്ന ഒരു മര്യാദയാണ് ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉദ്ഉല്ലാഹ വഅൻതും മുഖ്മിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വഅലം, നിങ്ങൾ അറിയുക അന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലഹ്, വിശ്രദ്ധമായി കൊണ്ട് വരുന്ന പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വെറുതെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് റബ്ബ് സ്വീകരിക്കുകയില്ല. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു സന്ദർഭങ്ങളിലും റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കാണാൻ ഉണ്ടാവണം. നമ്മളൊക്കെ ചിലപ്പോൾ പ്രയാസം വരുമ്പോൾ ഒരാളോട് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. എന്തുകൊണ്ട് ആ സമാധാനം പള്ളിയിൽ വന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാത്തത്? ആയിക്കോട്ടെ, വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഉത്തരം കിട്ടുന്ന ധാരാളം സമയങ്ങളുണ്ട്. ഭാഗ്യ നിക്കാമത്തിനിടയിൽ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ റബ്ബിനോട്, രാത്രിയുടെ അവസാന സമയത്ത് പ്രാർത്ഥിക്കാൻ റബ്ബിനോട്. അതുകൊണ്ട് ഏതൊരു പ്രയാസ ഘട്ടങ്ങളിലും എന്തൊരു കാര്യമാണെങ്കിലും റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ചെറിയ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞ സമയത്ത് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, അവിടെ ചെറിയ പ്രാർത്ഥന, റബ്ബേ എൻ്റെ സദറിന്റെ എനിക്കൊരു വിശാലത നൽകണം. വയസ്സിർ ലി അംരി, അല്ലാഹു എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തന്നെ. ചെറിയ പ്രാർത്ഥനകളുണ്ട്. ഒന്ന് വേണ്ട, ഒരാൾക്ക് നല്ലതെന്ന് കാണുന്ന സമയത്ത് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാറക്കല്ലാഹു ലക്, ബാറക്കല്ലാഹു ഫീക്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രാർത്ഥന നൽകട്ടെ എന്ന്. പലപ്പോഴും പല ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. വാവ്, അതേപോലെ നൈസ്, അതൊക്കെ മാറ്റിയിട്ട് റബ്ബിനോട് ബർക്കത്തിന് വേണ്ടി നമ്മൾ തേടുക. അതേപോലെ തന്നെ രോഗിയെ കാണുന്ന സമയത്ത് രോഗശമനത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അസാധ്യമായ കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹലൻ വഅൻത തജഅലുൽ ഹുസ്ന ഇദാ ശി'ത സഹലൻ. അല്ലാഹു നീ എളുപ്പമാക്കിയതല്ലാതെ മറ്റൊന്നും എളുപ്പമല്ല. വഅൻത തജഅലുൽ ഹുസ്ന ഇദാ ശി'ത സഹലൻ, പ്രയാസമുള്ളത് എളുപ്പമാക്കാൻ അല്ലാഹു നിനക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാണ്.
മറ്റൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ദുനിയാവിൽ എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു സ്വർഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം ഈ ദുനിയാവിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, രോഗം വന്നിട്ടുണ്ടാവും, ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതേപോലെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് തീർക്കുക. നമുക്കറിയാം ഈ ദുനിയാവ് എന്നുള്ള ശാശ്വതമല്ല, റബ്ബിന്റെ അടുക്കലാണ് എന്തെന്നുമുള്ള നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മലക്കുകൾ പറയുന്നത് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് സമാധാനം, ബിമാ സബർതും, നിങ്ങൾ ദുനിയാവിൽ ക്ഷമിച്ചതിൽ പകരം റബ്ബ് നിങ്ങൾക്ക് നൽകിയതാണ് ഈ സ്വർഗം. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾ പ്രവേശിക്കുന്ന ഈ സ്വർഗം ഇത്ര നല്ലതാണ് എന്ന് മലക്കുകളോട് പറയുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും ഖൈറായത് റബ്ബ് എനിക്ക് നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീനെ നമ്മളെ ഇവിടെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള താക്കോലുകൾ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമസ്കാരം അത് നിലനിർത്തുക, മുറുകെ പിടിക്കുക. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അലസത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. കൃത്യസമയത്ത് പള്ളിയിലെത്തുക, ഒന്നാമത്തെ തക്ബീർ മുമ്പായിട്ട് പള്ളിയിലെത്തുമ്പോൾ നമസ്കരിക്കും. പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുണ്ട് നമസ്കാരത്തിന് കുറച്ച് നേരത്തെ നിങ്ങൾ എത്തിയ, നമസ്കാരം തുടങ്ങുന്നതിന് നേരത്തെ നിങ്ങൾ പള്ളിയിലെത്തിയാൽ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് നമസ്കരിക്കാം. നമ്മൾ പെട്ടെന്ന് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ആ പുറത്തുള്ള ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലാവും. പിന്നെ അതൊക്കെ കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പള്ളിയിലെത്തുന്ന സമയത്ത് നമുക്കൊരു സമാധാനം, നമുക്ക് ആ ചിന്തകളൊക്കെ ഇറക്കി വെച്ച് വളരെ ശുദ്ധിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. രണ്ടാമത്തെ ഒന്നാണ് ഖുർആൻ പാരായണം. ദിനേന ഒരു ചെടിയാക്കി മാറ്റുക. ദിനേന നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, മറ്റു പല കാര്യങ്ങളും ദിനേന നമ്മൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു സമയം ഖുർആനിന് വേണ്ടി ദിനേന നമ്മൾ മാറ്റി, ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഒരു വിശ്വാസി ഖുർആനിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഖുർആൻ ഓതാ എന്നുള്ള വിശ്വാസിക്ക് ചേർന്നതല്ല. തിരക്കുകളുടെ ഇടയിൽ ഒരു അരമണിക്കൂർ അത് ഓതാതെ അവൻ എന്ത് ചെയ്യുന്നത്, അവന്റെ ദിവസം അവൻ തീർക്കരുത്. മറ്റൊന്ന് നാം ഇസ്തിഗ്ഫാർ കൊണ്ട് നനയ്ക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേ നിൽക്കുക. അതേപോലെ തന്നെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ദുആ ചെയ്യുക. പ്രതീക്ഷയോട് എന്തൊരു സങ്കടം ഉണ്ടോ റബ്ബിനോട് പ്രതീക്ഷ, റബ്ബ് എനിക്കിത് മാറ്റി തരുമെന്ന് ഉറപ്പോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കണം. മറ്റൊന്നാണ് പരലോക ചിന്ത നമ്മൾ വളർത്തുക. ഏതൊരു വിഷയത്തിലും പരലോകത്തെ കുറിച്ചൊരു ചിന്തന, പിന്നെ നമുക്കൊരു തെറ്റിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുക, ഇൻഷാ അല്ലാഹ് റബ്ബ് ഇതിനേക്കാൾ ഹൈറായത് എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കി അവിടെ അവന് സമാധാനം ലഭിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുക. ഒന്ന് നമ്മൾ പരിശോധിക്കും ഓരോ വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് ഖുർആൻ പാഠം നമ്മൾ കൊണ്ടുവരിക, നമസ്കാരം നമ്മൾ എന്നിട്ട് നമ്മൾ നോക്കുക നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്, നമ്മുടെ ജീവിതം സന്തുഷ്ടകരമായ ജീവിതമാണോ ജീവിക്കാൻ കഴിയുന്നത് നമ്മൾ പരിശോധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുന്ന റഹ്മാൻ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ ഒക്കെ